പ്രശാന്ത്, ഈ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന സന്ദേശം ലോകത്തിന് തന്നെ വിപത്തായിട്ടുള്ള രീതിയിലാണ്, മോശപ്പെട്ട സന്ദേശം തന്നെയാണ്. അവിടെ നമുക്കറിയാം, അവിടെ ആദ്യം ഉണ്ടാക്കിയ പ്രക്ഷോഭം എന്ന് പറയുന്നത് അതിന് അടിസ്ഥാനപരമായി യാതൊരു കാരണവുമില്ല. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാഷ്ട്രമെന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയാണെന്ന് പിന്നീടുള്ള ഓരോ ചുവടുവയ്പ്പുകളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. അതായത് ന്യൂനപക്ഷ സമുദായത്തെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ വിയർപ്പിൽ നിന്നുണ്ടായ ഒരു മണ്ണാണ് ബംഗ്ലാദേശ്. പക്ഷെ എന്നിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം ആ ന്യൂനപക്ഷത്തെ കാണാൻ തയ്യാറാകുന്നില്ല. മറിച്ച് ഇവിടെയാണെങ്കിലോ എന്തെല്ലാം ഇവര് കോലാഹലങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് ഉള്ള സന്ദേശം എന്ന് പറയുന്നത് ലോകത്തിന് വിപത്തല്ലേ നൽകുന്നത്? ആണോ സാറേ? ഇപ്പം പക്ഷേ പ്രതിപക്ഷത്തിന് എല്ലാ രീതിയിലും അടിതെറ്റുന്ന ഒരു അവസ്ഥയാണ്. ബംഗ്ലാദേശിന്റെ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞു തുടങ്ങി. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ മുസ്ലിങ്ങൾ സംസാരിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസം കാന്തപുരം ഇവിടെ സംസാരിച്ചു. ഡൽഹിയിൽ ഇപ്പം അവിടുത്തെ മുസ്ലിങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്നുള്ള രീതിയിൽ മുസ്ലിം സംഘടനകൾ ഇറങ്ങിക്കഴിഞ്ഞു. കാരണം അനധികൃതമായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ കയറിയിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ കുടിയേറുന്ന ബംഗ്ലാദേശികളെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കണം. കാരണം ഇത് നാളെ കാലത്ത് ഇവിടെ ആപത്താണ്. അതായത് ഇവർ വിചാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പൊളിറ്റിക്സ് അല്ല ഇന്ത്യ മഹാരാജ്യത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുമ്പം. ഇന്ത്യ മഹാരാജ്യത്തിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ശതമാനം ആൾക്കാർ ഈ പറയുന്ന തീവ്ര നിലപാടെടുക്കുന്നെങ്കിലും ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്തെ പല ഘട്ടങ്ങളിലും നമ്മുടെ രാജ്യവിരുദ്ധ ശക്തികളും അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യക്കകത്തും പുറത്തുള്ള രാജ്യവിരുദ്ധ ശക്തികൾ കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ നടക്കാതെ പോകുന്നത്. കാരണം ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് 10,000 ജാതി ഉണ്ടെന്നാണ് പറയുന്നത്. ഹിന്ദു എത്ര, മുസ്ലിം എത്ര, ലോകത്ത് ഇത്രയും ജാതി സംവിധാനവും വിവിധ സംസ്കാരങ്ങളും അല്ലെങ്കിൽ മറ്റതും മറിച്ചതും ഒക്കെയുള്ള സംസ്ഥാനത്ത് ഈ പറയുന്ന പോലെ എന്തോ വിഷയം നടക്കുന്നു. വിഷയം നടന്നാൽ എത്ര ദിവസം നിൽക്കുന്നു, അല്ലെങ്കിൽ ഏറ്റെടുത്തൊരു കലാപത്തിലേക്ക് കൊണ്ടുപോകാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? അപ്പൊ അത്രയ്ക്ക് പ്രബുദ്ധമായിട്ടുള്ള സംസ്കാരമുള്ള ഒരു നാടാണ് ഞാൻ ഈ പറയുന്നത്. സാർ ഈ പ്രതിപക്ഷത്തിന്റെ കാര്യം പറഞ്ഞോണ്ട, പ്രതിപക്ഷം പറയാത്തത് എന്തുവാ? പ്രതിപക്ഷം ഹിന്ദുവിന് വേണ്ടി പറഞ്ഞാൽ അത് മറ്റ് ജാതികൾക്ക് ദോഷം ചെയ്യുമോ, ഞങ്ങൾ അവരുടെ ഭാഗമായി പോകുമോ എന്നുള്ള അബദ്ധധാരണയിൽ ഇപ്പോഴും പേര് നടക്കുന്ന ഒരു പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷത്തിന്റെ അബദ്ധധാരണയ്ക്ക് അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബംഗ്ലാദേശിൽ ഈ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു സാർ ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ എന്തോ സംഭവിച്ചേക്കുന്നത്? ബംഗ്ലാദേശിൽ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിച്ചു. എന്തിനു വേണ്ടി? ബംഗ്ലാദേശ് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പാകിസ്ഥാന്റെ അന്ന് തൊട്ടേയുള്ള ബംഗ്ലാദേശ് സ്വതന്ത്രമാക്കിയത് ഇന്ത്യയാണല്ലോ. ആ സ്വതന്ത്രമാക്കിയ കാലം തൊട്ടുള്ള പാകിസ്ഥാന്റെ ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ പാകിസ്ഥാനെ മറികടന്നു പോകുന്ന ഒരു മുസ്ലിം രാജ്യം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് വിഭജിച്ചു കൊടുത്ത് പാകിസ്ഥാനെ ശത്രുവായിട്ട് കാണുന്ന ഒരു മുസ്ലിം രാജ്യം അങ്ങനെ പോകുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ അത് വീണ്ടും ഒരു മുസ്ലിം ഈ പറയുന്ന പോലെ മതരാജ്യത്തിന്റെ സമീപനത്തിൽ കൂടി പോകണമെന്ന് ആഗ്രഹിച്ച ആ താല്പര്യത്തിന് അനുസൃതമായിട്ട് ബംഗ്ലാദേശ് കലാപം ഉണ്ടാക്കി ബംഗ്ലാദേശിന് ഇല്ലായ്മ കൊടുത്തു. ബംഗ്ലാദേശ് ഒരു പാകിസ്ഥാനായി മാറുകയാണ്. ആ പാകിസ്ഥാൻ അപ്പുറമാവുകയാണ്. പാകിസ്ഥാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ, പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ അല്ലെ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി ഹസീന ഇരിക്കുന്ന സമയത്ത് അതിന് വേണ്ട രീതിയിൽ തലപൊക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോയി. ആ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങൾ, അല്ലെങ്കിൽ ആ രാജ്യം മുസ്ലിം രാജ്യമാണെങ്കിൽ പോലും ഈ പറയുന്നത് പോലുള്ള കൊള്ളുവരാത്ത സമീപനമുള്ള ആളുകൾ വളരെ കുറച്ചേ ഉള്ളായിരുന്നു. അവരെ അടിച്ചമർത്തി അവിടുത്തെ തീവ്ര സ്വഭാവമുള്ളവനെല്ലാം പിടിച്ച് ജയിലിലിട്ട് ആ രാജ്യത്തിനെ ലോകത്തിന്റെ നെറുകിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ആ രാജ്യത്തിനെ ലോകത്തിന്റെ നെറുകിലേക്ക് കൊണ്ടുപോയി ഈ ഇന്ത്യയോട് ചേർന്നിരിക്കുന്ന രാജ്യം, ഇന്ത്യക്ക് വികസനം വരുന്നത് പോലെ തന്നെ അവരുടെ GDP വർദ്ധിക്കുക, അവരുടെ വികസനം വന്നു. അപ്പൊ ഇത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഉള്ള ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് 4000 കിലോമീറ്റർ ബൗണ്ടറി ഉണ്ട്. ഈ രാജ്യം ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്നു. ഈ രാജ്യത്തെ പിടിച്ച് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ രാജ്യം ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട്, അമേരിക്കയുടെ സ്വഭാവം അറിയാമല്ലോ, ഈ ലോകത്ത് ഏത് മുസ്ലിം രാജ്യം അവരുടെ കീഴ്പ്പെട്ടല്ലാതെ മുന്നോട്ട് പോകുന്നു, ആ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ളവരുടെ അജണ്ടയാ. ഇത് മുസ്ലിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അവർ മനസ്സിലാവുന്നില്ല. എല്ലാ രാജ്യവും രാജ്യമാക്കി കൊടുക്കും. ഏറ്റവും പ്രബുദ്ധമായിട്ടിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ ഇറാന് അറിയാമല്ലോ. ലോകത്ത് അവരുടെ സംസ്കാരം കഴിഞ്ഞല്ലേ ഉള്ളായിരുന്നല്ലോ. പേർഷ്യ എന്ന് പറയുന്ന രാജ്യം അവരുടെ ഭാഗമായിരുന്നല്ലോ. അത് നശിപ്പിക്കാൻ കൈ കൊടുത്തില്ല. ഇപ്പൊ എങ്ങനെ കിടക്കുന്നു? താടി മാത്രമല്ലേ അവന് വെച്ചം ഇപ്പോഴും. പക്ഷേ പിന്നെ ഇസ്രായേലിനോട് എതിരിടാൻ ഇങ്ങനെ നിൽക്കുക അല്ലെ? അതാ പറഞ്ഞ, ഇപ്പം താടിയെ വളരുന്നുള്ളല്ലോ, രാജ്യം വളരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് സിറിയയുടെ അവസ്ഥ ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ. സിറിയ ഇനി എങ്ങനെ ആവുന്നുള്ള കാര്യം. അഫ്ഗാനിസ്ഥാൻ എങ്ങനെയുള്ള രാജ്യം, 2ാം ലോകമഹായുദ്ധത്തിന് റഷ്യയുടെ ഭാഗമായിട്ട് നിന്ന ഒരു രാജ്യം എന്നുള്ള രീതിയിൽ അമേരിക്ക കൃത്യമായിട്ട് അവിടെ കയറിയ രാജ്യത്തെ നശിപ്പിക്കാൻ കൈ കൊടുത്തില്ലേ? എത്ര പുരോഗതി എന്ന രാജ്യം.
ഇപ്പൊ നമ്മുടെ ഈ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്ത്? ബംഗ്ലാദേശ് പുരോഗതി ലോകം വരെ ചർച്ച ചെയ്തതല്ലേ, GDP യുടെ ഏറ്റവും അവിടുത്തെ പുരോഗതി ആ രാജ്യത്തെ നശിപ്പിച്ച് കൈ കൊടുത്തില്ലേ. അത് ഇന്ത്യയുമായിട്ടൊക്കെ ചേർന്ന് നിന്നത് കൊണ്ട് മാത്രം. ഇന്ത്യയുമായിട്ട് ചേർന്ന് നിന്നു. ഇന്ത്യയുടെ എതിരായിട്ട് അമേരിക്കയായിട്ട് യാതൊരു ഇതും ഇല്ലായിരുന്നു. കുറച്ചെങ്കിലും ഈ പറയുന്ന പോലെ ചൈനയുമായിട്ടേ ഉള്ളായിരുന്നു. അപ്പം അമേരിക്ക നോക്കിയപ്പോൾ അവിടെ ബേസ് കൊടുത്തില്ല, മറ്റു കാര്യങ്ങൾ. അപ്പൊ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി അവരെ പിടിച്ച് നശിപ്പിച്ചു. അപ്പൊ ആ നശിപ്പിച്ചതിന്റെ ഉദ്ദേശം നടപ്പാക്കുന്നതിന് വേണ്ടി അതിനകത്തുള്ള വിധ്വംസക ശക്തികളെ ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് പ്രകോപനം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹിന്ദുക്കളെ ഉപദ്രവിക്കണം. ഹിന്ദുക്കൾക്ക് വേണ്ടി ആരാ സംസാരിക്കണ്ടേ? ഇന്ത്യയിലല്ലേ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ളത്? അല്ലെ ഹിന്ദു രാജ്യം എന്ന് പറയുന്നത് നേപ്പാൾ കഴിഞ്ഞ ഇന്ത്യയല്ലേ? ഇന്ത്യയിലുള്ളവർ ഒരേ സ്വരത്തിൽ സംസാരിക്കണം. ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നതല്ല. ഇന്ത്യ പ്രകോപിപ്പിച്ചാലേ ഇന്ത്യ കയറി അടിക്കത്തുള്ളൂ. ഇന്ത്യ കയറി അടിച്ചാലല്ലേ ഈ ബംഗ്ലാദേശിനെ ഈ നിലയിലാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. അതുകൊണ്ട് ഈ ബംഗ്ലാദേശിന്റെ പ്രകോപനത്തിന് ഈ പറഞ്ഞ നമ്മൾ ഉൾപ്പെടെ ഉള്ളവർ ആദ്യത്തെ ചാട്ടത്തിന് ചാടി വീഴരുത്. വളരെ കൃത്യമായിട്ടാണ് RSS ഇടപെട്ടിട്ടുണ്ട്. RSSന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഹിന്ദുക്കളും ഈ പറയുന്ന ന്യൂനപക്ഷം റോഡിൽ ഇറങ്ങിയത്. ആ ന്യൂനപക്ഷം റോഡിൽ ഇറങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ഇസ്കോൺ സ്വാമിമാരെ കൂട്ടത്തോടെ പിടിച്ചകത്തിട്ടത്. കഴിഞ്ഞ ദിവസം നിയമപരമായിട്ട് നമ്മളവിടെ പോയി നമ്മുടെ സെക്രട്ടറി അല്ലെങ്കിൽ ഔദ്യോഗിക വ്യക്തമോടെ പോയി സംസാരിച്ചു. അവിടുന്ന് ഉറപ്പ് മേടിച്ചു, ഇത് ലോകത്ത് ഇന്നതുപോലെ പോലെ ഹിന്ദുവിന്റെയും ന്യൂനപക്ഷത്തിന്റെയും പ്രശ്നങ്ങൾ, അവിടുത്തെ വിഷയങ്ങൾ ലോകശ്രദ്ധയുടെ ഭാഗത്ത് കൊണ്ടിരുന്നു. ഞങ്ങൾ അതിനുവേണ്ടി അവിടുത്തെ ഔദ്യോഗികമായിട്ട് സംസാരിച്ചു. അവിടുന്ന് ഇനിയും ഒരു ആക്ഷേപം ഉണ്ടാവത്തില്ലെന്ന് ഉറപ്പ് കിട്ടി. അതിനുശേഷം 10-80 കേസൊക്കെ എടുത്തിട്ടുണ്ട്. കേസൊക്കെ എടുത്തു എന്ന് പറയുന്നല്ലാതെ നമുക്കറിയാമല്ലോ നമ്മൾ എടുക്കുന്ന കേസും ഇതിനകത്ത് എന്താ വേണമെന്നുള്ള കാര്യം ആഭ്യന്തര വിഷയമാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഉരുത്തിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇത് എല്ലാം നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. നിയമപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇനിയും അവിടെ നിന്ന് സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സൈന്യ വിന്യാസവും നമ്മുടെ ബോർഡറും എല്ലാം കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഒരു അറ്റാക്ക് വരട്ടെ സാറേ, ഒന്ന് സമാധാനിക്കേ. അവിടുന്ന് ഒരു അറ്റാക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതിനെ ഇന്ത്യക്ക് സാധിക്കണം. ഇതിന്റെയൊക്കെ പുറകിലെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. അവിടെ സാറേ 41-ല് സ്വാതന്ത്ര്യം 47 എത്ര ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു? ന്യൂനപക്ഷം എത്ര ഉണ്ടായിരുന്നു? 27, 28, 40% വരെ ഉണ്ടെന്ന് പറയാം. ഔദ്യോഗികമായിട്ട് 24% ഉള്ളൂ. ഹസീന ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പൊ പരിശോധിക്കുമ്പോൾ 8% ഉള്ളൂ. അവിടെ നിരന്തരം അത് നടക്കുന്നുണ്ട്. ഇപ്പോഴതിന് ഈ പറഞ്ഞതുപോലെ ഇപ്പം അത് സംഭവിക്കുന്നത് കൂടുതൽ ഉയർത്തി കാണിക്കുന്നതിന് അതിന്റെ പുറകിൽ ഇന്ത്യ മഹാരാജ്യം തന്നെ ഉണ്ട്. ഇപ്പൊ അവര് പല പല കാര്യങ്ങളിൽ മാറ്റം വരുത്തുക, ഭരണഘടന മാറ്റണം എന്നുള്ള രീതിയിൽ, അതുപോലെ പാഠ്യ പദ്ധതി ഇസ്ലാമികവൽക്കരിക്കുക, ഇങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിലല്ലേ അവിടെ ഭരണം, ഇപ്പൊ അവരുടെ നിയന്ത്രണത്തിലല്ലേ കാര്യം നടന്നത്. അവിടെ ഈ പറയുന്നത് പോലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇരുന്ന ഒരാളിനെ അവരെ കൊന്നുകളഞ്ഞേനെ, അവിടെ അച്ഛനും അമ്മയും കുടുംബത്തെ കൊന്നുകളഞ്ഞോളെ കൊന്നുകളഞ്ഞു. നമ്മുടെ കൃത്യമായിട്ട് ഇടപെടൽ കൊണ്ട് നമ്മൾ അവരെ അവിടുന്ന് പൊക്കി ഇഞ്ഞ് മാറ്റിയതാ, അല്ലെങ്കിൽ അവരെ കൊന്നുകളഞ്ഞേനെ. ഇപ്പോഴും ജനാധിപത്യ സംവിധാനത്തിൽ അധികാരത്തിൽ വന്ന ഒരു പ്രധാനമന്ത്രി രാജിവെച്ചിട്ടില്ല. ആ പ്രധാനമന്ത്രിയുടെ ഭാഗമായിട്ടുള്ള അവരുടെ കൂടെ വന്ന ആളാ പ്രസിഡന്റായിട്ട് അവിടെ ഇരിക്കുന്നത്. അവർ വെച്ച ആള് തന്നെയാണ് സൈനിക തലവൻ. അപ്പൊ നാളെ കാലത്ത് ഇതിന് തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ വീണ്ടും അവർ പ്രധാനമന്ത്രിയായിട്ട് അവിടെ ചെന്ന് എന്ത് ചെയ്യണം? ഇപ്പൊ ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ സംവിധാനങ്ങൾ പട്ടാളവും അല്ലെങ്കിൽ സുരക്ഷയുടെ പ്രശ്നമാണല്ലോ. ഈ സുരക്ഷാ സംവിധാനങ്ങൾ വേറൊരു രാജ്യം കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിച്ചാൽ, അങ്ങനെ കാര്യങ്ങൾ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി അതിനകത്ത് കയറി നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇടപെടുന്നില്ലെന്ന് സാറിന് അങ്ങനെ പറയാനൊക്കും? സാറേ, ഈ ബംഗ്ലാദേശിന്റെ തലയ്ക്ക് സ്ഥിരമുള്ള ആള് അത്ര മോശമുള്ള ആളുമൊന്നും അല്ല ബംഗ്ലാദേശിന് താൽക്കാലിക ചുമതല കൊടുത്തിട്ടുള്ളവരാണ്. അയാൾ നാളെ കാലത്തെ ഒരു ഡ്രോണും വെച്ച് ഇന്ത്യ അടിക്കാൻ വരുമോ? അയാൾക്ക് ബുദ്ധിമുട്ട്. പക്ഷെ അവിടുത്തെ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം ഈ സൈനികരുമായിട്ട് സൈനിക ശക്തിയുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു ഒത്തുകളിയാണ്. പാകിസ്ഥാൻ അതാണ് കുഴപ്പം. പാകിസ്ഥാനില് സൈനിക ശക്തിയായിട്ട് അവിടെ അവിടെ 70,000 പട്ടാളമുണ്ട്. 70,000 പട്ടാളത്തിന് അത് 40,000 പേരേ ഉള്ളൂ മിലിറ്റന്റ് ഗ്രൂപ്പ്, ബാക്കി ഓഫീസേഴ്സാണ്. ഈ 40,000 നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി പേഴ്സ് എത്ര ഉണ്ടോ സാറിന്? അപ്പൊ അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ സൈനികർ ചിലപ്പോൾ ഭരണത്തെ ഇനി പാകിസ്ഥാനിൽ നമ്മൾ കാണുന്നത് പോലെ അട്ടിമറിക്കുക അല്ല, ഭരണത്തെ അട്ടിമറിക്കുക എന്നുള്ള ഇപ്പൊ അതിന്റെ പുറകില് US-നെ വെച്ചേക്കുന്നതിനകത്ത് വളരെ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. ഈ അട്ടിമറിക്ക് ശേഷം സൈനിക തലവൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഭരണം പിടിക്കാൻ പോവുകയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം ഔദ്യോഗികമായിട്ട് വേറെ പ്രഖ്യാപനം വന്നു. സാർ ശ്രദ്ധിച്ചായിരുന്നു? അവിടുത്തെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട് യൂനസ് മുഹമ്മദിനെ നിയമിച്ചു. സൈനിക തലവന്റെ ചൈനയുടെ ഭാഗമായിട്ട് സൈനിക തലവൻ നിന്ന് അവിടെ ഈ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒന്ന് ചൈന പ്രവർത്തിച്ചു, 2 അമേരിക്ക പ്രവർത്തിച്ചു. ഇതില് സൈനിക തലവനും മറ്റവർക്കും മറിച്ചവർക്കും ഈ അട്ടിമറി നടത്തുന്ന ഈ രഹസ്യാന്വേഷണ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ അട്ടിമറി നടത്തുന്നതിനകത്ത് ഈ സ്പൈ വർക്ക് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗവും അവരുടെ ഭാഗമായിട്ട് ഒരുപോലെ നിൽക്കും. അവർക്ക് ഇവർക്ക് പോലും മനസ്സിലാവത്തില്ല ആരുടെ ഭാഗമായിട്ടുള്ള ആളായി പ്രവർത്തിക്കുന്നതെന്ന്. ഇതിന്റെ ഇടയിൽ കയറി പ്രവർത്തിക്കുകയാണല്ലോ.
ഈ റൈഗർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവരെ അട്ടിമറിച്ചതിന് ശേഷം സാറി പറഞ്ഞ പോലെ സൈനിക തലവൻ രാജ്യം ഭരിക്കാവുന്നതായിരുന്നു. ചൈന അങ്ങനെയാണ് അദ്ദേഹത്തിന് ഉറപ്പെടുത്തത്. ചൈനയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം സൈനിക തലവനായിരുന്നു. പക്ഷെ ചൈനയുടെ ഉറപ്പിനെ മറികടന്നുകൊണ്ട് അമേരിക്ക യുഎസിനെ അവിടെ പ്രതിഷ്ഠിച്ചു. ചൈനയുടെ കയ്യിൽ നിന്ന് സാധനം പോയി. അതാണ് ആദ്യമേ ഞങ്ങൾ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തു എന്ന് സൈന്യ തലവൻ പറഞ്ഞ ഒരു വാർത്താ സമ്മേളനം വന്നത് സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. അപ്പൊ ഉടനെ തന്നെ യുഎസിനെ താൽക്കാലിക ചുമതല കൊടുത്തുകൊണ്ടൊരു മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. അപ്പം ഇയാളുടെ ഇത് ഇപ്പം ഇയാളുടെ മനസ്സിൽ നിൽപ്പുണ്ട്. വീണ്ടും ഷേഖ് ഹസീനയുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനമായിട്ടും അവിടുത്തെ സൈനിക തലവൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വർക്ക് അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ത്യയുമായിട്ട് ഒരു അറ്റാക്ക് വരാൻ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കയറി ഒരു ഡ്രോണൊക്കെ പറത്താനോ അല്ലെങ്കിൽ ഇന്ത്യയായിട്ട് ഒരു ചെറിയ അറ്റാക്കിനോ ഉള്ള സാധ്യതയുണ്ട്. എന്നാലേ ബംഗ്ലാദേശിനകത്ത് കയറി നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യമേ നമ്മൾ കയറി അടിക്കത്തില്ല. എന്ത് പറഞ്ഞു, ആ അടിക്കാനുള്ള കാരണം ഉണ്ടാക്കി തരും. അന്നേരം കയറി അടിക്കും. ഹസീനെ കൊണ്ടുവന്ന് അവിടെ രണ്ടാമത് റീബിൽഡ് ചെയ്യും. ഈ പറയുന്ന പോലെ അതിന് ഈ ഇദ്ദേഹം അധികാരത്തിൽ വരുന്ന ഒരു സമയം, ട്രംപ് അധികാരത്തിൽ വരുന്ന സമയമാകുമ്പോഴത്തേന് ഈ പറഞ്ഞതുപോലെ അവിടെ അതിർത്തി കൊണ്ടുപോയി വെച്ചിട്ടുണ്ടല്ലോ ട്രംപും ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങോട്ട് പറത്തി വിടും. മോദി കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനം വളരെ കൃത്യമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. RSSന്റെ ഡയറക്ഷനിൽ അവിടെ ഈ ഹിന്ദു സംഘടനയോട് ഒത്തുതീർന്ന് RSS വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ ഈ ആശങ്കയിലൊന്നും പോകണ്ട. നമ്മൾ പല കാര്യങ്ങൾക്കകത്തും പറയുന്ന പോലെ ഈ നമ്മൾ പല ചുരുക്കം പറഞ്ഞാൽ ബംഗ്ലാദേശ് നമ്മുടെ വരുതിയിലെന്നല്ല, നമ്മൾ പറയുന്നിടത്ത് നിന്ന് മുള്ളുന്ന അവസ്ഥയിലേക്ക് വരും. അതേ രീതിയിലേക്ക് സംവിധാനം കൊണ്ടുവരും. അതിന് തർക്കമൊന്നും വേണ്ട. ആ രീതിയിലേക്ക് ഉരുത്തിരിച്ചുകൊണ്ടാ പോകുന്നത്. ഇത് പഴയ ഇന്ത്യ ഒന്നും അല്ല സാറേ. ഇന്ത്യ കാരണം ബഹുദൂരം മുന്നിലാണ്. കാരണം ഏത് രാജ്യത്ത് ഇന്ത്യയുടെ അകത്ത് കയറി പണി ചെയ്തിട്ട് പോയിരിക്കുന്നവന്റെയും അറിയാമല്ലോ അവസ്ഥ. അവന്റെ അജ്ഞാതനെ ഇപ്പൊ ഒന്ന് നിർത്തിവെച്ചേ. കാരണം ലോകം മൊത്തം ചർച്ചയായിരുന്നു. അവിടെ പോയി അടിക്കാൻ പറ്റുന്ന ലോകത്തെ ഏറ്റവും വലിയൊരു രാജ്യം ഒന്ന് ഇസ്രായേലായിരുന്നു. അതിനുശേഷം ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനം ഉണ്ടായിരുന്ന അമേരിക്കയ്ക്കായിരുന്നു. ഇപ്പൊ ഈ ഇസ്രായേലിന്റെ മൊസാദിനെ കൂടെ അല്ലെങ്കിൽ തുലനം ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ രഹസ്യാന്വേഷണ നമ്മുടെ പിന്നെ ഈ ഇതൊന്നും വെളി പറയത്തില്ല. എന്ത് ചെയ്താലും അവർ നമ്മുടെ രഹസ്യാന്വേഷണ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ ഏറ്റെടുക്കുന്നില്ല. എല്ലാം നമ്മളങ്ങ് ഒതുക്കിയേക്കുക. അപ്പൊ ഇതിനകത്ത് ഇതാ സംഭവിക്കുന്നത്. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഇപ്പം അതിൽ പറഞ്ഞേക്കുന്നത് അവിടെ നടക്കുന്ന വിഷയങ്ങൾ എങ്ങനെ ഇത്ര രാജ്യത്ത് ഇത്രയും വലുതായിട്ട് അറിയുന്നത്? എന്താ സാർ ശ്രദ്ധിക്കാത്തത്? ആ രാജ്യത്ത് നടക്കുന്ന വിഷയം, ചൈനയിൽ നടക്കുന്ന വിഷയം എന്താ അറിയാത്തത്? മറ്റു രാജ്യങ്ങളിലൊക്കെ വിഷയങ്ങളുണ്ടെന്നില്ല. അവിടുത്തെ വിഷയങ്ങൾ മൊത്തം ലോകം മൊത്തം ചർച്ച ചെയ്യാറില്ല. എന്താ കാര്യം? നമ്മുടെ മാധ്യമങ്ങൾ അവിടെ നിന്ന് കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ കുളി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവൻ നമ്മുടെ കയ്യിൽ നിന്ന് സംഭവം പോയി. ഹസീനെ നമ്മൾ ഇവിടെ പിടിച്ചുകൊണ്ടിട്ട് ഇതിനകത്ത് ഇനി ഈ സംവിധാനം കൊണ്ടുവന്നെങ്കിൽ അവിടെ പ്രശ്നം, അതിനകത്ത് കയറി പ്രശ്നം ഉണ്ടാക്കിയേ ഒക്കത്തുള്ളൂ. അതിനകത്ത് കയറി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് മനസ്സിലാകാത്ത ഒരു പൊളിറ്റിക്സ് അതിന്റെ നടക്കുന്നുണ്ട്. അവസാനം നമ്മുടെ ഭാഗത്ത് വന്നേ അത് തീർക്കാൻ ഒക്കത്തുള്ളൂ, അത് തീരത്തുള്ളൂ. അതിന് ഭാഗമായിട്ടാണ് ഇപ്പൊ അമേരിക്ക പോലും നിൽക്കുന്നത്. ബൈഡൻ ഇത് അട്ടിമറി നടത്തിയാണ് പോയില്ലേ അമേരിക്ക. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ബംഗ്ലാദേശ് ഇന്ത്യയുടെ വരുതിയിൽ അല്ലെങ്കിൽ ഇന്ത്യ പറയുന്നിടത്ത് നിൽക്കുന്ന ഒരു ബംഗ്ലാദേശിനെ നാളെ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.